വരുന്ന ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി എല്ലാവരും ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയതിനു ശേഷം യമുന അവിടെ വെച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അത് കേട്ട നിമിഷം മുതൽ ഗബ്രി ആകെ പരിഭ്രാന്തിയിലാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നിടത്തെല്ലാം നടന്ന് യമുനയ്ക്കെതിരായിട്ടുള്ള നുണ പറച്ചിലുകൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും യമുന ഈ ആഴ്ച പുറത്തു പോയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഗബ്രിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഇപ്പോൾ ആ വീട്ടിൽ യമുനയുടെ ഏറ്റവും വലിയ ശത്രു ശ്രീരേഖയാണ് എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് ശ്രീരേഖയെക്കുറിച്ച് യമുന മുൻപ് പറഞ്ഞതൊക്കെ ശ്രീരേഖയുടെ ചെവിയിൽ ഇപ്പോൾ ഓതിക്കൊടുക്കുകയാണ്. ഇതാണ് പക്ക നുണ പറച്ചിൽ എന്ന് പറഞ്ഞാൽ. ശ്രീരേഖയുടെ ഭർത്താവ് വലിയ മാന്യനായ ഒരാളാണ്. ശ്രീരേഖ സൈക്കോളജിസ്റ്റ് ആണ്. ശ്രീരേഖ തൻ്റെ മക്കളെ വളർത്തുന്നതൊക്കെ വളരെ ചിട്ടയായിട്ടും അടുക്കോടും പക്വതയോടും കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ശ്രീരേഖ ഇവിടെ വന്നപ്പോൾ തള്ളിമറിച്ചതാണെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് ശ്രീരേഖ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ യാതൊരു തരത്തിലുള്ള യോഗ്യതകളോ പക്വതകളോ ശ്രീരേഖയുടെ ബിഹേവിയറിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത്രേ. അത് അതുപോലെ തന്നെ ശ്രീരേഖയുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുകയാണ് ഗബ്രി അടുക്കളയിൽ ചെന്നിരുന്നുകൊണ്ട്. എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ഗബ്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ഇപ്പോൾ ഗബ്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് യമുനയാണ്. കഴിഞ്ഞ ദിവസം വരെ ജിൻഡോയായിരുന്നു ആ സ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ജിൻഡോയ്ക്കെതിരെ താൻ ഒന്നും സംസാരിക്കുന്നില്ല. പകരം യമുനയാണ് ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. യമുന തൻ്റെ കുഴി സ്വയം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. യമുനയ്ക്ക് എപ്പോഴാണ് പിഴയ്ക്കുവാൻ തുടങ്ങിയത്? ജിൻഡോയുടെ ട്യൂഷൻ ക്ലാസ്സിൽ എന്നാണോ യമുന അഡ്മിഷൻ എടുത്തത് ആ ദിവസം മുതൽ യമുന താഴേക്ക് പോകുവാൻ തുടങ്ങി, സ്വയം കുഴി കുത്തുവാൻ തുടങ്ങി. അതുകൊണ്ട് പബ്ലിക് ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വിലയിരുത്തുവാൻ നല്ല ബോധമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് വിധി എഴുതും. ഈ ആഴ്ച യമുന പുറത്തു പോയിരിക്കും. പ്രേക്ഷകർ യമുനയെ ഇനി ഇതിനകത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഗബ്രി നിൽക്കുന്നത്. അതെ, ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെ മനസ്സ് ഏത് വഴിക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്രവചനം നടത്തുവാനുള്ള കെൽപ്പുള്ള അല്ലെങ്കിൽ അന്തർജ്ഞാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഗബ്രി. ഗബ്രിയും ജാസ്മിനും തമ്മിൽ ആ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കളികളും അതിവിടെ എന്നെ കൊണ്ട് തുറന്നു പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി ഞെട്ടിയെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഗബ്രിയുടെ മനസ്സ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മലയാളി സമൂഹം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കളികൾ ഇഷ്ടപ്പെടുന്നവരാണ്. ജാസ്മിനും ഗബ്രിയും അതുമായിട്ട് ഏതറ്റം വരെ പോകുന്നുണ്ടോ അത് കാണുവാനും കൈയടിക്കുവാൻ വേണ്ടി ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന, ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കൂട്ടം മലയാളി പ്രേക്ഷകരുണ്ട് എന്ന് തന്നെയാണ് ഗബ്രിയുടെ ഇപ്പോഴുമുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ പരസ്യമായ കെട്ടിപ്പിടുത്തങ്ങളും ചുംബനങ്ങളും ഒക്കെയായിട്ട് ഗബ്രി ഇന്നും കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ സമയങ്ങളിൽ അവർക്ക് ഇതിനുവേണ്ടി ചില മറകളൊക്കെ ആവശ്യമായിരുന്നു. ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെല്ലാവരും വീടിൻ്റെ ഓരോ മുറികൾക്കകത്തിരിക്കുമ്പോൾ അവർ മാത്രം ഗാർഡൻ ഏരിയയിൽ വാഴയുടെ ചുവട്ടിലൊക്കെ മറവ് പറ്റിയായിരുന്നു അവരുടെ ലീലാവിലാസങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് ആരുടെയും പ്രസൻസ് യാതൊരു പ്രശ്നവുമല്ല. ആര് വന്നാലും പോയാലും അവരുടെ ലീലകൾ ഓരോന്നും കൃത്യമായി അവർ നടത്തിക്കൊണ്ടേയിരിക്കും. എന്താണ് അതിൻ്റെ കാരണം? പ്രേക്ഷക സമൂഹം, ഈ വീട്ടിലുള്ള ചില ആൾക്കാർക്ക് ഇതിനോട് കണ്ണുകടിയും അസൂയയും ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ മലയാളി പ്രേക്ഷക സമൂഹം ഒന്നടങ്കം ഇത് ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഗബ്രി ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനും അത് വിശ്വസിച്ചിരിക്കുന്നു. എന്തായാലും യമുന ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുൻപോട്ടിറങ്ങിയിരിക്കുകയാണ്. യമുന പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ച ഞാൻ പുറത്തു പോകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പുറത്തു പോയില്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ മുതൽ എൻ്റെ കളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടു മനസ്സിലാക്കും. ഇത് ജിൻഡോയോട് പറയുകയാണ്. എന്നിട്ട് ജിൻഡോയ്ക്കൊരു ഉറപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ജിൻഡോ തെറ്റ് ചെയ്താൽ എനിക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല, ഞാനത് തുറന്നു പറയും. പക്ഷേ ഈ പോക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയ്ക്കൊപ്പം ഞാനുണ്ടായിരിക്കും. ജിൻഡോ ആദ്യ ആഴ്ചയിൽ ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ജിൻഡോയിൽ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. എനിക്കത് ഉൾക്കൊള്ളുവാനും കഴിയുന്നുണ്ട്. ഈ പോക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയോടൊപ്പം കട്ടയ്ക്ക് ഞാനും ഉണ്ടാകും. ഈ ആഴ്ച പുറത്ത് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കളികൾ വളരെ കൃത്യമായി വരുന്ന ആഴ്ച മുതൽ ഞാൻ കാണിച്ചു കൊടുക്കും. യമുന റാണി ബിഗ് ബോസ് വീട്ടിലെ വലിയൊരു ഗെയിമറാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴുണ്ടായ സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് യമുന തകർത്തടിച്ച് മുൻപോട്ട് വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കളികൾ ഏതറ്റം വരെ പോകും എന്നുള്ളത് നമുക്കും ഒന്ന് കാണണ്ടേ. അൺഒഫീഷ്യലായിട്ടുള്ള വോട്ടിംഗ് ലെവലിലൊക്കെ യമുന ഒത്തിരി താഴെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ പ്രേക്ഷകർ ഈ കളികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ നിലയൊക്കെ മാറ്റിമറിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും യമുനയെ സപ്പോർട്ട് ചെയ്യേണ്ടത് മലയാളി പ്രേക്ഷകരുടെ ആവശ്യമാണ്. നിങ്ങൾ ഗബ്രിക്കൊപ്പമാണോ, നിങ്ങൾ ജാസ്മിനൊപ്പമാണോ, അതോ നിങ്ങൾ യമുനയ്ക്കൊപ്പമാണോ ഈ ആഴ്ചയിൽ നിലനിൽക്കുന്നത്? ഇത് അറ്റ്ലീസ്റ്റ് ഈ ആഴ്ചയിലത്തേക്കെങ്കിലും ഒന്ന് തുറന്നു കാട്ടേണ്ടത് ആവശ്യമാണ്.